ക്ലീറ്റോ എന്തൊരു ലുക്കായിരുന്നത്. ഇത്രയും സൗന്ദര്യം ക്ലീറ്റോനുണ്ടായിരുന്നോ? ഇത് എവിടുന്ന ക്ലീറ്റോ ഇത്രയും പൈസ? അതെ, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഒരൊറ്റ നിമിഷം മതി ജീവിതം തന്നെ മാറി മറിയാൻ. നമ്മുടെ സൂപ്പർ സ്റ്റാർ പറയുന്നത് കേട്ടില്ലേ, എൻ്റെ ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാനെന്ന്. അതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. സത്യത്തിൽ ക്ലീറ്റോ കാറ് കച്ചവടം ചെയ്യണ്ടെന്ന് പറയുമ്പോ എനിക്ക് വിശ്വാസം വരാറില്ല. അതെ, ഇപ്പൊ എന്നിട്ട് കാറ് നമ്മുടെ മുറ്റത്ത്. ഇനി നോക്കിക്കോ നീ, ഈ മുറ്റത്ത് ഇങ്ങനെ ഒരുപാട് കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കും. അയ്യോ, ഒരുപാട് പൈസ ആവൂല്ലേ ക്ലീറ്റോ? പൈസ വരുമല്ലോ. ഇപ്പൊ നമ്മുടെ എൻ്റെ ഈ ബിസിനസ് ഉണ്ടല്ലോ, ഇതിപ്പോ ആദ്യം നമ്മൾ കൊല്ലം ജില്ലയിലാണ് തുടങ്ങിയിരിക്കണം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ അടുത്ത ആലപ്പുഴ വരും. അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ഇതെങ്ങോട്ടും വികസിച്ച് വരുമ്പോ ഉണ്ടല്ലോ വെച്ചടി കയറ്റമാവും. ക്ലീറ്റോ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കിപ്പോ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. നമുക്ക് ഇത്രയും വലിയ വണ്ടിയുടെ ആവശ്യമില്ല. ആ കാറങ്ങ് കൊടുത്തിട്ട് നമുക്കൊരു ബൈക്ക് വിളിച്ചാ പോരെ? അയ്യോ, നിന്നെ ഞാൻ എന്താ എടി, നമുക്ക് പൈസ വരുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു നിലയും വിലയൊക്കെ വേണമെങ്കിൽ നമ്മൾ കാറിൽ തന്നെ പോകണം. അത് ഇച്ചിരി നീളം കൂടിയ കാറ് തന്നെ വേണം. അതറിയോ? ഇതിപ്പോൾ വാടകയ്ക്ക് എടുത്തതാ. ഇത് കഴിഞ്ഞ് നമ്മളടുത്ത് വാങ്ങും. വാടകയ്ക്ക് എടുക്കുമ്പോൾ കുറേ പൈസ ആവോ? ഓ, അതൊന്നുമില്ല. ഒരു 12,000 13,000 രൂപയാവും. ഒരു മാസത്തേക്ക് 12,000-13,000 രൂപ അത്രേ വരുള്ളൂ. 13,000 രൂപയോ? ഈ 13,000 രൂപ കേട്ടിട്ടില്ല? എനിക്ക് തല കറങ്ങണോ. അപ്പൊ നിനക്ക് മേടിച്ച് സാരിയുടെ വില കേട്ടാലേ നിനക്ക് അറ്റാക്ക് വരും. എത്രയാ? 500 രൂപയോ? ദൈവമേ, ക്ലീറ്റോ, ഈ 5,000 രൂപയ്ക്ക് എന്തിനാന്ന് ഇത്രയും സാരി മേടിച്ചേ? ഇത്രയും സാരിക്കും കൂടെ 5,000 രൂപയല്ല, ഈ ഒരു സാരിയുടെ വില 5,000 രൂപ. അമ്മേ, ഒരു സാരിക്ക് 5,000 രൂപയോ? ഓ, ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിഞ്ഞൂടാത്ത നിനക്ക് തന്നെ ഞാനിത് മേടിച്ചോണ്ട് തന്നല്ല. ആ ബില്ല് അതിലോട്ട് എടുത്ത് നോക്കടി അങ്ങോട്ട്. എനിക്ക് നല്ല രസമുണ്ടാവൂലേ ഇത്? പക്ഷെ എന്താ അറിയാൻ പോടി, ആ കടയിലെ ഏറ്റവും വില കൂടിയത് ഇതേ ഉള്ളൂ. ഇതിലും കൂടിയതില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ അതല്ലേ മേടിക്കത്തുള്ളൂ. ദൈവമേ, നന്നായി. എനിക്ക് ഭയങ്കര സന്തോഷായി ക്ലീറ്റോ. ഇപ്പഴെനിക്ക് സന്തോഷായി. നിന്റെ സന്തോഷം ഇവളുടെ സന്തോഷമൊക്കെ അല്ലേ എന്റെ സന്തോഷം. എന്താന്ന് ചോദിക്കും. ഭാര്യയുടെ വീട്ടില് ഭർത്താവിനൊരു വിലയും നില ഉണ്ടാവണത് എല്ലാ ഭാര്യമാരുടെ ആഗ്രഹം. ഇപ്പഴെന്റെ ക്ലീറ്റോന് ഈ വീട്ടിലൊരു വിലയും നിലയൊക്കെ ഉണ്ടായത്. നമ്മുടെ ക്ലീറ്റോമോനെ എങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശുണ്ടായി? കടകം പറഞ്ഞാൽ ചിലപ്പോൾ നേരായിരിക്കും കേട്ടാ. എന്ത്? ഇനി വല്ല പോലീസുകാരും അന്വേഷിച്ചു വന്നാൽ നമ്മളെല്ലാവരും പെട്ടുപോകും. എന്തിന്? എന്നാലും ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പൈസക്കാരനാവും? അതൊന്നും പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യർ എപ്പോഴാണ് നന്നാവുക എപ്പോഴാണ് ചീത്തവെന്ന് ഒരാൾക്കും പറയാം. ഇല്ല, ഇന്നല്ല. നീ എന്തർമ്മന് വരെ വഴുകിയത്? അമ്മാവനെ അടർന്നടിച്ചു. അമ്മാവ തങ്കമായിട്ടെങ്കിലും ഒന്നും രണ്ടൊക്കെ പറഞ്ഞിരുന്നേ, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷമില്ലാണ്ടിരിക്കും. തങ്ക ഒരിക്കലും വിചാരിക്കാത്ത കാര്യമില്ലേ നടന്നത്. തങ്കം മാത്രം ഈ ലോകത്ത് ആരെങ്കിലും വിചാരിച്ചാ ക്ലീറ്റോ നന്നാവും പണക്കാരനാവും എന്നൊക്കെ. എന്നാലും എൻ്റെ മോനെ, നിനക്ക് എങ്ങനെയാണ് അത്ര പെട്ടെന്ന് ഇത്ര കാശ് കിട്ടി? അത് പിന്നെ അമ്മാവ, നമ്മൾ ചെറിയ ബിസിനസ് ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഒരു അതേ വേറൊന്നും വിചാരിക്കരുത്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കുറേ വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് നടന്നു. കണ്ട, അത് അത്രയും മാത്രം രാഷ്ട്രീയ ബിസിനസ്. പക്ഷെ അത് എന്താണെന്ന് പറയാത്തതാണ് കനകന്റെ പ്രശ്നം. നീ ബിസിനസ് എന്താണെന്ന് പറഞ്ഞൂടെ? അല്ല, അതെന്താ അത് നമ്മൾ പറയല്ലേ, അത് എൻ്റെ പേഴ്സൺ. ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അളിയനോട് എങ്ങനെ പറയും? അത് ചിലർക്ക് ചില സീക്രട്ട് ഉണ്ടാവും, അത് അറിഞ്ഞോളണം എന്തത്ര നിർബന്ധം? അല്ലെങ്കിൽ ഇന്നലെ വരെ നിന്റെ എല്ലാ കാര്യത്തിനും അവൻ സഹായിച്ചല്ലേ, പിന്നെ അവനോട് മാത്രം പറഞ്ഞാലെന്താ? അതെ, പറയാറുന്നല്ലോ എനിക്ക്. അമ്മാവ, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നാൽ അവൻ ഇത് പാര വെച്ചാൽ എൻ്റെ ഈ ബിസിനസ് നടക്കുകയും ചെയ്യില്ല. പാര വയ്ക്കവൻ ഈ ബിസിനസ് നടക്കില്ല. അതത്രേ ഉള്ളൂ. അവനെ മറ്റുള്ളവരും നന്നാവണ് കണ്ടൂടാ. അവൻ്റെ അച്ഛൻ്റെ സ്വഭാവ. എൻ്റെ അളിയനെ എങ്ങനെയായിരുന്നു? ഞാൻ നേരെ അവൻ എൻ്റെ അളിയനെ കണ്ടൂടാ. അവസാനം എൻ്റെ അളിയൻ മരിച്ചപ്പോഴാണ് ഞാൻ നേരെയായത്. അതുപോലെ വിറ്റമനെ, നീ നേരെ ആവണമെങ്കിൽ കനകൻ ചാകണോ? എന്ന് ഞാൻ പറഞ്ഞോടാ. അല്ല, പറഞ്ഞു വന്നപ്പോ പിന്നെ അല്ല അവൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അല്ല ഉദ്ദേശിച്ചത്. പിന്നെ
അവൻ നിൽക്കിച്ചാൽ അവനേക്കാൾ നീ വലിയവനാവണം. അവൻ ഓരോ ആവശ്യങ്ങൾക്ക് നിന്റെ കാല് പിടിക്കാൻ വരണം. അങ്ങനെയൊന്നും വേണം വേണം വേണം. ഇല്ല ബാബ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിനക്ക് അങ്ങനില്ല, പക്ഷെ അമ്മാവന് അങ്ങനെ ഉണ്ട്. അവനെ കുറച്ച് അഹങ്കാരം കൂടെ അവൻ കഴിക്കണ്ട. ഇത് കളിച്ച മുമ്പ് കഴിക്കണം. നീ കഴിച്ചോളാം. അത് കഴിച്ചിട്ട് ചെക്കനവൻ ഏട്ടാ, ദേ ക്ലീറ്റോ ചേട്ടൻ വലിയൊരു കാർ മേടിക്കാൻ പോണെന്ന്. അവൻ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ. നാത്തും പറഞ്ഞതാ, പേരൊന്നും അറിയാൻ പാടില്ല, പക്ഷേ കുറച്ച് നീട്ടം കൂടിയ കാറാന്ന്. അവ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ എന്റെ ജമന്തി. എനിക്ക് അവന്റെ ഒരു കാര്യം കേൾക്കണ്ട, ഒന്നും എന്നോട് പറയണ്ട. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ആ പറയാനുണ്ട്. എന്താണ്? ഇന്നലെ നാത്തൂന് 5 സാരിയാ മേടിച്ചത്. എനിക്ക് ഇന്ന് ഒരു സാരിയെങ്കിലും മേടിക്കണം. എടി, അവള് കറുത്തതല്ലേ, അവൾക്ക് ഓരോ സാരിയും ചുറ്റിയിട്ട് വേണം സൗന്ദര്യം ഉണ്ടാക്കാൻ. നീ ഓൾറെഡി സുന്ദരിയല്ലേ, നിനക്ക് ഈ മാക്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താ സൗന്ദര്യം? എത്രയാണ് സാരി? ക്ലീറ്റസിന്റെ വീട് ഇതല്ല അവിടെ. അല്ല, ഇത് രണ്ടും ഒരു വീടാണ്, പക്ഷെ ക്ലീറ്റോ ചേട്ടന്റെ മുറി അവിടെയാണ്, അത്രേ ഉള്ളൂ അല്ലേ? എന്താ കാര്യം? നിങ്ങൾ ആരാ ക്ലീറ്റസിന്റെ? ഇത് അളിയനാ, ഞാൻ അളിയന്റെ ഭാര്യ. അളിയൊന്ന് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അതെ, ഒന്ന് ഇറങ്ങി വന്നേ. അമ്മാവാ വാ, അമ്മാവാ. ക്ലീറ്റസേ, തങ്കം, രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. ക്ലീറ്റസേ, ഇങ്ങ് വാ.